ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തും. എറണാകുളം നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. നാളെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്തെത്തും. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ മന്ത്രി പി രാജീവ് നിലപാട് വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേസിൽ സിപിഐഎം ഒന്നാം പ്രതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇന്ന് മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനം. കാവ്യസ്മൃതിയിൽ കേരളം. 2023 ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരങ്ങളായി ലിയോണൽ മെസ്സിയും ഐത്താന ബോൺമതിയും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം എറണാകുളം നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. മഹാരാജാസ് കോളേജ് ഗ്രൌണ്ട് മുതൽ ഗസ്റ്റ് ഹൌസ് വരെ 1.3 കിലോമീറ്ററാണ് റോഡ് ഷോ നടത്തുക. തുടർന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന പ്രധാനമന്ത്രി നാളെ ഹെലികോപ്റ്റർ മാർഗം ഗുരുവായൂരിലെത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനൊപ്പം മുൻ എംപി സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിലും പങ്കെടുക്കും. തുടർന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. പിന്നീട് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കപ്പൽ നിർമ്മാണശാലയുടെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡ്രൈഡോക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടും. വൈകിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ ബിജെപി നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം പ്രധാനമന്ത്രി ന്യൂഡൽഹിക്ക് മടങ്ങും. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി നടത്തുന്ന 2ാമത്തെ കേരള സന്ദർശനമാണിത്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിച്ചേരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ദേശീയ തലത്തിലടക്കമുള്ള വാർത്തകളിൽ നിറയുകയാണ് തൃശൂർ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നുമാണ്. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിലെ നെടുനായകത്വം വഹിക്കുന്നതും തൃപ്രയാർ തേവരാണ്. രാമായണ ഇതിഹാസത്തിലെ വിവിധ രംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന മരം കൊത്തുപണികൾ, മ്യൂറൽ പെയിന്റിംഗുകൾ, ശില്പങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. മീനൂട്ട് അല്ലെങ്കിൽ മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നത് ക്ഷേത്രത്തിലെ തനതായ വഴിപാടാണ്. ഇതുകൂടാതെ വെടിവഴിപാട്, കളഭാഭിഷേകം, അവിൽ നിവേദ്യം, ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ തൃപ്രയാർ തേവരും ഇനി ദേശീയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതലും നാളെ അതിരാവിലെ 3 മണി മുതൽ ഉച്ചവരെയുമായിരിക്കും ഗതാഗത നിയന്ത്രണം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്നും നഗരത്തിലേക്ക് പ്രവേശനമുണ്ടാവില്ലെന്നും സിറ്റി പോലീസ് അറിയിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 2769 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ നിർമ്മാണം കൂടി പൂർത്തിയായിരിക്കുന്നതായി മന്ത്രി പി രാജീവ്. ഇതോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കുകളിലൊന്നാണ് കൊച്ചിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും മന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് കേരളത്തിൽ. പ്രധാനമന്ത്രിയുടെ സംസ്ഥാന സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശ്രീ സർബാനന്ദ സോനോവാൾ ഉച്ചകഴിഞ്ഞ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് കരമന, പൂജപ്പുര എന്നിവിടങ്ങളിൽ പര്യടനം പുരോഗമിക്കുകയാണ്. കൊല്ലത്തെ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് നാളെ സമാപനമാകും. ഇന്ന് ശക്തികുളങ്ങരയിലും ഉച്ചയ്ക്ക് ശേഷം ചിന്നക്കടയിലുമാണ് പരിപാടി നടക്കുന്നത്. യാത്ര കോഴിക്കോട് ജില്ലയിലും പര്യടനം തുടരുകയാണ്. ഇന്ന് രാവിലെ രാമനാട്ടുകരയിൽ പര്യടനം പൂർത്തിയായി. ഉച്ചയ്ക്ക് ഫറോക്കിലും കോഴിക്കോട് തളി, മേത്താട്ട് താഴത്ത് എന്നിവിടങ്ങളിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും. ഈ മാസം 20-ന് കോഴിക്കോട് ജില്ലയിലെ യാത്രയും പൂർത്തിയാകും. കോട്ടയം ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കോട്ടയം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പര്യടനം നാളെ അവസാനിക്കുന്നു. ഡിസംബർ 1-ന് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര 71 ഗ്രാമപഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് നാളെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ അവസാനിക്കും. ഇന്ന് ഞീഴൂർ, മുളക്കുളം പഞ്ചായത്തുകളിലാണ് യാത്രയുടെ പര്യടനം. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം 12-ാം തീയതി വൈക്കം നഗരസഭയിൽ നിന്ന് ആരംഭിച്ചു.
ഇന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കോട്ടയം നഗരസഭയിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കും. 20-ാം തീയതി ചങ്ങനാശ്ശേരി നഗരസഭയിൽ ജില്ലയിലെ പര്യടനം അവസാനിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് വൈകിട്ട് പമ്പയിലെത്തും. നാളെ രാവിലെ അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം വൈകിട്ടോടെ എറണാകുളത്ത് നിന്നും ചെന്നൈക്ക് മടങ്ങും. കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ഇടത് വലത് മുന്നണികളുടെ ഒത്തൊരുമ അവർ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ INDIA സഖ്യം ബലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്ന് വ്യക്തമാക്കണം. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ വ്യവസായ മന്ത്രി പി രാജീവ് നിലപാട് വ്യക്തമാക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് കേസിൽ ഒന്നാം പ്രതി CPIM ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ED അന്വേഷണത്തിൽ മന്ത്രി പി രാജീവ് മറുപടി പറയണമെന്നും ശ്രീ VD സതീശൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നത് യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മാർഗ്ഗരേഖ. മൂടൽമഞ്ഞ്, വിമാനത്താവളങ്ങളിലെ പ്രതികൂല കാലാവസ്ഥ എന്നിവ കാരണം നിരന്തരം വിമാനങ്ങൾ വൈകുന്നത് കണക്കിലെടുത്താണ് DGCA എയർലൈനുകൾക്ക് നിർബന്ധിത സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചത്. ഇന്ന് മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനം. മലയാളത്തില് വീണപൂവും, കരുണയും, ചണ്ഡാലഭിക്ഷുകിയും, ദുരവസ്ഥയും, നളിനിയുമടക്കമുള്ള മഹാകാവ്യങ്ങൾ സമ്മാനിച്ച ആശാൻ 1924 ജനുവരി 16-ന് പല്ലനയാറ്റിൽ നടന്ന ബോട്ട് അപകടത്തിലാണ് അന്തരിച്ചത്. ദിനാചരണം പല്ലന ആശാൻ സ്മാരകത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ KSEB നിർമ്മിച്ച 110 kV സബ്സ്റ്റേഷൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും KSEB ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിക്കും. 20 കോടി മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയ ഈ പദ്ധതി താമരശ്ശേരി, പുതുപ്പാടി, കോടഞ്ചേരി, കട്ടിപ്പാറ, പൂനൂർ തുടങ്ങിയ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ പര്യാപ്തമായിരിക്കുമെന്ന് മന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലെ പൊതുജനങ്ങൾക്കുള്ള പ്രദർശനം ഈ മാസം 20-ന് ആരംഭിക്കും. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നലെ മുതൽ പ്രദർശനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഫെസ്റ്റിവൽ ടിക്കറ്റുകൾ ഓൺലൈൻ വഴിയും 20 മുതൽ ഫെസ്റ്റിവൽ വേദിയിൽ സജ്ജീകരിച്ച കൌണ്ടറിൽ നിന്നും നേരിട്ടും ലഭിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ പര്യടനം പൂർത്തിയാക്കി നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചു. നരേന്ദ്രമോദിയുടെ ഉറപ്പ് പുതിയ കേരളത്തിന് എന്ന മുദ്രാവാക്യവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ NDA നടത്തുന്ന കേരള പദയാത്ര ഈ മാസം 27-ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്ന KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ കണ്ണൂർ ഡിപ്പോ ഒന്നാമത്. മികച്ച ജനപങ്കാളിത്തമാണ് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ വിനോദയാത്ര സംഘടിപ്പിച്ചാണ് ആദ്യത്തെ 15 ഡിപ്പോകളിൽ കണ്ണൂർ ഒന്നാം സ്ഥാനം നേടിയത്. എല്ലാ മാസവും ശരാശരി 15 ലക്ഷത്തിന് മുകളിലാണ് ഈ പദ്ധതിയിലൂടെ കണ്ണൂർ ഡിപ്പോവിനുള്ള വരുമാനം. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം 18,50,000 രൂപയുടെ വരുമാനം ലഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഗവി, വാഗമൺ, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് ദ്വിദിന യാത്രയും വയനാട്, റാണിപുരം, പൈതൽമല എന്നിവിടങ്ങളിലേക്കുള്ള ഏകദിന യാത്രയുമാണ് പ്രധാനമായും നടന്നുവരുന്നത്. ജനുവരി മാസത്തിൽ ഇതിനോടകം 75% ബുക്കിംഗുകളും പൂർത്തിയായിട്ടുണ്ട്. മകരവിളക്ക് ദർശിച്ച് അയ്യനെ കണ്ട് മലയിറങ്ങി തീർത്ഥാടകർ. ഇന്ന് വൈകിട്ടും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം ശബരിമല ക്ഷേത്രനട ഈ മാസം 21-ന് അടയ്ക്കും. 2023-ലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഇന്റർ മയാമിയുടെ അർജന്റീന താരം ലിയോണൽ മെസ്സിക്ക്. മികച്ച വനിതാ താരമായി ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐത്താന ബോൺമതിയും തിരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ ഇന്ന് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അക്കാദമിയെയും കേരള യുണൈറ്റഡ് FC അരീക്കോടുമായും ഏറ്റുമുട്ടും. എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 73 പോയിന്റ് താഴ്ന്ന് 73,254-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 27 പോയിന്റ് കുറഞ്ഞ് 22,070-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,805 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 46,440 രൂപയുമായി. ട്രാക്കിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നു മുതൽ ഈ മാസം 20 വരെ പാലക്കാട് ഡിവിഷനിലെ ട്രെയിൻ സർവീസിൽ നിയന്ത്രണമെന്ന് റെയിൽവേ. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തും.
എറണാകുളം നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. നാളെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്തെത്തും. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ മന്ത്രി പി രാജീവ് നിലപാട് വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേസിൽ സിപിഐഎം ഒന്നാം പ്രതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇന്ന് മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനം. കാവ്യസ്മൃതിയിൽ കേരളം. 2023 ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരങ്ങളായി ലിയോണൽ മെസ്സിയും ഐത്താന ബോൺമതിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.